ദിലീപ് അരുൺ ഗോപി കൂട്ടുകെട്ടിൽ ഒരു ബിഗ് ബജറ്റ് ചിത്രം എന്ന് കേട്ടപ്പോൾ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു. അതും ഒരു ആക്ഷൻ ഫാമിലി ത്രില്ലർ എന്നൊക്കെ ബാന്ദ്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുമ്പോൾ, രാമലീല എന്ന ചിത്രത്തിന് ശേഷം ദിലീപ് അരുൺ ഗോപി കൂട്ടുകെട്ടെത്തുമ്പോൾ നല്ലൊരു വിജയമായിരുന്ന രാമലീലയിലും മികച്ചൊരു പടം മലയാളത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് 224 രൂപ കൊടുത്ത് ആദ്യ ഷോയ്ക്ക് തന്നെ കയറിയത്. സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ തകർക്കാൻ എത്തിയേക്കുന്നവൻ റിവ്യൂ ബോംബിംഗ് എന്നൊന്നും പറഞ്ഞു വരല്ല. തികച്ചും കാശ് കൊടുത്ത് പടം കാണുന്നവന്റെ വെറും രോദനമായി കണ്ടാൽ മതി. കാശ് മുടക്കി പടം കാണാമെങ്കിൽ അതേക്കുറിച്ച് അഭിപ്രായവും പറയാനുള്ള അവകാശമുണ്ടല്ലോ. ഇനി ബാന്ദ്ര എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ചിത്രത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ആ സിനിമയുടെ തിരക്കഥയാണ്. എന്നാൽ ഉദയകൃഷ്ണയുടെ തിരക്കഥ തികച്ചും പരാജയമെന്ന് തന്നെ പറയാം. ചിത്രത്തിന്റെ നട്ടെല്ല് ആദ്യം തന്നെ ഒടിഞ്ഞു എന്ന് മനസ്സിലായില്ലേ? ഇനി വെറും തോൽവിയായി പോയ ഒരു തിരക്കഥ അരുൺ ഗോപി സംവിധാനം ചെയ്താൽ എങ്ങനെയിരിക്കുമെന്നത് ഇനി പറയേണ്ട കാര്യമുണ്ടോ? ആവിഷ്കരണത്തിലും പാളിച്ചകൾ, ഒരു ഡിസാസ്റ്റർ എന്ന് തന്നെ പറയേണ്ടി വരും. ചിത്രത്തിനൊരു കഥ ഇല്ലാഞ്ഞിട്ടല്ല, നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. എന്നാൽ അതിന്റെ തിരക്കഥയിലും ആവിഷ്കരണത്തിലും അമ്പെ പരാജയപ്പെട്ടു. ഇനി ഈ സിനിമയുടെ മറ്റ് ടെക്നിക്കൽ സൈഡിലേക്ക് അധികം കടന്നു കയറണമെന്ന് തോന്നുന്നില്ല. എന്നാലും സാം CS-ന്റെ സംഗീതം കുഴപ്പമില്ലായിരുന്നു. കഥ ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുത്തു, അതിൽ കൂടുതൽ ഒന്നുമില്ല. അടുത്തത് ആക്ഷൻ രംഗങ്ങളാണെങ്കിൽ അൻബർവിന്റെ നേതൃത്വത്തിൽ നല്ല പൊളപ്പൻ ആക്ഷൻ രംഗങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. ദിലീപ് എന്ന നടനെ വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ അവർക്കും ചെയ്യാൻ സാധിക്കൂ. അതിന് നമ്മൾക്ക് അൻബർവിന്റെ ആക്ഷൻ സീക്വൻസുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക ആക്ഷൻ സീക്വൻസിലും ഒട്ടിച്ചു വെക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. പല സ്ഥലത്തും ഫ്ലോ ഇല്ലാതെ തികച്ചും സ്ലോ മോഷൻ മോഡിലേക്ക് ആക്ഷൻ രംഗങ്ങൾ വരുന്നു. എന്നാലും ഓക്കെ, അതെങ്കിലും ചെയ്തു വെച്ചല്ലോ എന്ന് ആശ്വസിക്കാം. ഇനി തമന്ന എന്ന തെന്നിന്ത്യൻ താരറാണി എന്ത് കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒന്നെങ്കിൽ കഥ കേട്ട് പറ്റിക്കപ്പെട്ടു എന്ന് കരുതണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത കഥ മനസ്സിലായി കാണില്ല. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തിരക്കഥയിലും ആവിഷ്കരണത്തിലും വന്ന പാളിച്ചകൾ തന്നെയാണ് ബാന്ദ്രയിൽ കാണാൻ സാധിച്ചത്. അഭിനയത്തിൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. കഥ ആവശ്യപ്പെടുന്നത് എന്താണോ അത് തമനയാണെങ്കിലും ദിലീപ് ആണെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ ബോളിവുഡ് നടൻ ദിനോ മോറിയയും മികച്ച അഭിനയം തന്നെയായിരുന്നു. സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ആദ്യ പകുതി വലിയ ബോറടിക്കാതെ കാര്യമായ എൻഗേജ്മെന്റ് ഇല്ലെങ്കിലും ഇനി ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിൽ കടന്നുപോയി. എന്നാൽ ഇന്റർവെൽ സമയമായപ്പോഴേക്കും പടം നല്ല രീതിയിൽ ബോറടിച്ചു തുടങ്ങി. രണ്ടാം പകുതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു എൻഗേജ്മെന്റും ഇല്ല എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് ഇറങ്ങിപ്പോകാൻ തോന്നും. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ കുഴപ്പമില്ല, കാണാമെന്നൊരു ഫീൽ തരും. അപ്പോഴേക്കും പിന്നെ നശിപ്പിക്കും. ഇതിന്റെ ഇടയ്ക്ക് കുറെ വെടിക്കെട്ട് ആക്ഷൻ രംഗങ്ങൾ കൊണ്ടുവന്നിടും. ഇതായിരുന്നു മൊത്തത്തിലുള്ള അവസ്ഥ. ഒടുവിൽ DQ ചിത്രം കുറുപ്പിലെ ക്ലൈമാക്സ് പോലെ അവസാനം ഒരു ടൈലന്റ്. അത് എന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പടം മുഴുവൻ മൊത്തത്തിൽ മൂഞ്ചി നിൽക്കുമ്പോൾ ഒരു മാസ് ടൈലന്റ്. കാശ് പോയ ഗൂസ്പം മൊമെന്റ്സ് ആയിരിക്കും പിന്നീട് സിനിമ കണ്ട് ഇറങ്ങുന്നവർക്ക്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായം ഒന്ന് കമന്റായി അറിയിക്കുക. 10 വ്യൂ കൂടുതൽ കിട്ടുമെങ്കിൽ പോയ 224 രൂപ യൂട്യൂബിൽ നിന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ.